നമ്മൾ ഇന്നും നമ്മുടെ മൈൻക്രാഫ്റ്റ് ആയിട്ട് വന്നേക്കാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞ വീഡിയോ മൈൻക്രാഫ്റ്റില്ലേ, പിന്നെന്താണ് ഇത്തവണ മൈൻക്രാഫ്റ്റ് വന്നത്? ഒന്നുമില്ല, ഞാൻ കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് സംഭവങ്ങൾ കിട്ടി. ഞാൻ മൈൻ ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഡയമണ്ടും കുറേ അയണും കിട്ടി. അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫുൾ അയൺ ആർമറും ഷീൽഡും ടൂൾസും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഞാൻ നന്നായിട്ട് കുറേ നേരം എടുത്ത് മൈൻ ചെയ്തിട്ട് കിട്ടിയതാണ്. പിന്നെ എനിക്ക് 3-4 എത്രയോ ഡയമണ്ട് കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി വീഡിയോ അറിയണമെങ്കിൽ നേരെ വീഡിയോ കാണാം. അപ്പം ആദ്യത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കാണാൻ, വിളിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ഓക്കെ, ആൻഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ സെറ്റ് ടൂൾസ്, ആർമർ, ഷീൽഡ് ഫുള്ള് സെറ്റായിട്ടുണ്ട്. നമ്മളൊരു ഫാം സെറ്റാക്കിട്ടോ. ഇത് ഞാൻ ഡൈ ചെയ്തതാണ്. എനിക്ക് ആടിനെ കിട്ടിയപ്പോഴേ ഞാൻ ഡൈ ചെയ്തിട്ടാണ്. അതാണ് ഇങ്ങനെ കാണാൻ. ഓക്കെ, ഇത് നമുക്ക് കുറേ ബ്രൗൺ ആടുകളുണ്ട്, പിന്നെ 2 യെല്ലോ ഉണ്ട്, പിന്നെ 2 വൈറ്റും ഉണ്ട്. ഇത് ഞാൻ ചുമ്മാ സെറ്റ് ചെയ്തതാണ്. ഞാൻ അടുത്ത കണ്ടന്റ് ഇതാക്കാൻ വിചാരിച്ചാണ്. പിന്നെ ബോറടിച്ചിരുന്നപ്പോൾ റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ല, മറന്നുപോയി. എന്നിട്ട് ഞാനിത് സെറ്റാക്കി. നമ്മൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മരമൊക്കെ എടുത്ത് വെട്ടിയിട്ടാണ് സെറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ ഫാം ഇവിടെ തന്നെ ഉണ്ട്. മൈനിങ് ഏരിയയിൽ കാണിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കിട്ടിയ കുറച്ച് സാധനങ്ങൾ കാണിച്ചുതരാം. നമ്മളിപ്പോൾ മേലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഞാൻ നമ്മളെ ഇതിനെ ഷിയർ ചെയ്തു. നമുക്ക് അയൺ കിട്ടിയില്ലേ, അയൺ വെച്ചിട്ട് അപ്പോൾ ഞാൻ ഷിയർ ഉണ്ടാക്കി, ഷിയർ ചെയ്തു. എന്നിട്ട് അതിന് ശേഷം അയൺ ഇതിൽ വെച്ചിട്ട് കിട്ടു. പിന്നെ കുറച്ച് നേരം മൈൻ ചെയ്യാൻ പോയപ്പോൾ കിട്ടിയ കോള്, പിന്നെ എത്രയോ സാധനം ഞാൻ മുള ഫാം ചെയ്തു. ഇവിടെ കുറച്ച് ഫാം ചെയ്തു. പിന്നെ എനിക്കപ്പോൾ കിട്ടിയ കാണുന്ന മുളാസിസ്. ഓക്കെ, ആൻഡ് ബാക്കി 6 ഉണ്ടല്ലേ. ഇന്നും ഒരു പണിയുണ്ട്, ഞാനത് ഓർത്തിട്ടാണ് വന്നത്. ഇത്രയേ സാധനങ്ങൾ 3 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. 3 ഡയമണ്ട് വെച്ചിട്ട് നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഒരു പിക്കാക്സ് ഉണ്ടാക്കാം കേട്ടോ. പിക്കാക്സ് ആവശ്യമുണ്ട്. ദൈവമേ. ഓക്കെ, പിക്കാക്സ് ഉണ്ടാക്കാനുള്ള സ്റ്റിക്ക് നമ്മളെടുത്തു. ആൻഡ് ഡയമണ്ട് പിക്കാക്സ്. ആൻഡ് നമുക്ക് ഇനി ഇതിലേക്കെല്ലാം കയറ്റി വെച്ചേക്കാം. ഇന്ന് നമ്മൾ ലാവ എടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമ്മളിന്ന് ലാവ ഹണ്ട് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് നമുക്ക് പൈസയൊക്കെ കയറ്റി വെച്ചേക്കാം. ബാക്കി വന്നത് വേസ്റ്റ്. ഇത് വേണ്ട. നമ്മളിത് ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മളൊരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ ബക്കറ്റ് ഉണ്ടാക്കി. ഇനി നമുക്കൊന്ന് കിടന്നുറങ്ങാം. ഞാൻ കുറേ ദിവസം ഇതിത്തെ നമ്മൾ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തു കേട്ടോ, നമ്മുടെ മൈനിങ് ഏരിയയിൽ പോയിട്ട്. എന്നിട്ട് ഞാൻ ഇപ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കയറിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കയറ്റും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഡയമണ്ട് കാണാനുണ്ടാവും. അപ്പോൾ ഞാൻ ഷെയർ ഇട്ടിട്ട് കയറിയപ്പോൾ എനിക്ക് ആ സംഭവം കിട്ടി, ഡയമണ്ട്. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കുറേ ദൂരം -54 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ -54 വരെ എങ്ങാണ്ട് നമ്മൾ മൈൻ ചെയ്ത് പോയി. പിന്നെ ഇവിടെ എനിക്ക് ഇത് പൊളിക്കണം എന്നുണ്ടായതാ, ഞാനത് ചെയ്തില്ലല്ലേ. പകുതി വരെ ചെയ്ത്. എന്നിട്ട് ബാക്കി ഗോൾഡ് ഉണ്ടായിരുന്നോ? ഇരിയാൻ കണ്ടില്ല കേട്ടോ. എടാ വണ്ട. അയ്യോ, നമുക്ക് വെള്ളം വേണ്ടേ ഗൈസ്? നമുക്ക് വെള്ളം വേണം, ഇല്ലാതെ പിന്നെ അല്ലല്ല വേണ്ട വെള്ളം വേണ്ട കേട്ടോ. താഴെ നമ്മുടെ കേവിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ കുറച്ച് സ്ഥലം മൈനിങ്ങിന് പോയപ്പം എനിക്ക് ഇത് കിട്ടിയായിരുന്നു. നമ്മുടെ അതിൻ്റെ പേരെന്തുവാ? അയ്യോ, നമ്മുടെ കേവ് ഞാൻ മൈൻ ചെയ്യാൻ പോയപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇച്ചിരി വെള്ളം പോണ പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുക്കാം. അത് നമുക്കൊരു 8 ഗോൾഡും കൂടി ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഗോൾഡ്. പക്ഷേ ഓക്കെ, 40 53 അല്ലേ. ഇത് കണ്ടോ, ഇങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കര ലാഭമുള്ളൊരു ഏരിയ കിട്ടി. 53-ലാണ് ഡയമണ്ട് ഉണ്ടായിരുന്നത്. ആൻഡ് ഞാൻ ഇങ്ങോട്ട് ഇതേ ഏരിയയിൽ എനിക്ക്
എനിക്കിവിടെ അതാ ഡയമണ്ട് പൊട്ടിച്ചിട്ട് ഇവിടെ കുഴിയായിരുന്നു, അപ്പം ഞാൻ തിരിച്ചു വെച്ചാണത്. ആൻഡ് ഇവിടെ നിന്നാണ് എനിക്ക് ഡയമണ്ട് കിട്ടിയത് 3 എണ്ണം. ഓക്കെ, ആൻഡ് ഇതാ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അവിടെയൊക്കെ മോബുണ്ട്. ഓക്കെ, മോബൊക്കെ ഉണ്ട് അവിടെ. മോബിനെ മൈൻഡ് ചെയ്യണ്ട, നമുക്കിപ്പം എന്തായാലും ഇവിടെ ഇല്ലടാ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഉണ്ടായിരുന്നല്ലോ. അതാ ഇതന്നെ വെള്ളം കളക്ട് ചെയ്തു എന്ത് ചെയ്യാം. എന്തായാലും പോട്ടെ, നമുക്ക് വെള്ളം കിട്ടിയാൽ മതി. എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ആൻഡ് 8 സെക്കൻഡ് അങ്ങനെ എന്താണ് ഓർമ്മ പൊട്ടാൻ. അത് 1 2 3 4 5 6 7 8 9 10 കോബിൾ സ്റ്റോൺ ആണ് വേണ്ടത്. അല്ല കോബിൾ സ്റ്റോൺ കേട്ടോ, സോറി ഒബ്സിഡിയൻ. എന്താ വേണ്ടി സോംബിയും വെച്ച് വെക്കുന്നുണ്ടാ. ഈ ഒരു ഏരിയ ബ്ലോക്കൊന്നും ഇല്ലേ, ഇതൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്യുക, അതാകുമ്പോൾ വേറെ സൈഡിൽ നിന്ന് അവർക്ക് വരാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, എൻ്റെ ഇനി ഇതും കൂടി കമോൺ എടാ മണ്ട അല്ലേലേ ഡയമണ്ട് വിക്കറ്റ് വെച്ചിട്ട് 8 സെക്കൻഡ് എടുക്കും, പിന്നെയല്ലേ അത് വെച്ചിട്ട് പൊട്ടിക്കുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ബോറടിക്കണം. ഓക്കെ സാൻഡ് നമ്മൾ 9 എണ്ണം ഇതുവരെ കളക്ട് ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരെണ്ണം കൂടി മതി. ആൻഡ് അത് നമ്മളിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കളക്റ്റഡ്. ഓക്കെ, ഇതൊക്കെ എടുക്കുന്നു. ഇനി നേരെ വീട്ടിലേക്ക് നമ്മൾ നമ്മുടെ ബേസിലേക്ക് പോകുന്നു. നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ നമ്മളിൽ ഓൾറെഡി കുറേ ഫ്ലിൻറ്റ് ഉണ്ട്. നമ്മൾ മൈൻഡ് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ നിന്ന് കുറേ ഫ്ലിൻറ്റ് കിട്ടി. എനിക്ക് 18 ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ 18 20 അങ്ങോട്ടാണ് എനിക്ക് കിട്ടിയത്. 18 എണ്ണമാണ് നമ്മളെ ചെസ്റ്റിൽ. ഇപ്പോൾ 18 ഇതുണ്ട്, ഫ്ലിൻറ്റ് ഉണ്ട്, അതിന് ഒരെണ്ണം പോരെ. പിന്നെ നമുക്ക് അയണും ഉണ്ട്, സിമ്പിൾ. നമ്മുടെ ഇപ്പോൾ 3 അയൺ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീലും ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് നെതർ. യാ ബ്രോ, ഐ ആം സോ എക്സൈറ്റഡ് ഗൈസ്. ഞാൻ വളരെ 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 എക്സൈറ്റഡ് ആണ് ബിക്കോസ് ഓഫ് ദി നെതർ. ഓക്കെ, ആൻഡ് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, യാ നിങ്ങൾക്ക് പൈസ ചിലവുള്ള ഒരു കാര്യം ഞാൻ പറയുന്നില്ല. ആകെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, എല്ലാവരും അയക്കുക. ഇത് ഞാൻ പറഞ്ഞില്ല അല്ലേ, ഞാൻ ഇവിടെ കുറേ ചെസ്റ്റ് വെച്ചായിരുന്നു. ഓക്കെ, അത് കൂടാതെ അതിന് മേലെ പോവാ. താങ്ക് യൂടാ വെള്ളം. ഇവിടെ നല്ല ആളെ എടുത്തേ, എന്നാലും വെള്ളം തന്നെയില്ലേ. താങ്ക് യൂടാ വെള്ളം. അത് അതിന് നേരെ മേലെ പോവാ. എൻ്റെ ഒരു ഓർമ്മ ചോക്കാണ്ട് ഉണ്ട്. അതാ 9 എൻ്റെ 9 ആയിരുന്നു അല്ലേ. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ആയിരുന്നു. എന്താണെങ്കിലും നമുക്കിനി ഒരയണും കൂടി എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും റാൻഡം പ്ലേസിലായിട്ട് ഇതിന് പ്ലേസ് ചെയ്യാൻ പോവാണ്. ഇത് നമുക്ക് എവിടെ അവിടെ വെക്കാല്ലേ. ഓക്കെ, ഇവിടെ ആയിട്ട് വെച്ചാലോടാ, ഒരു രസം. ഇത് നമുക്കില്ലേ ഇങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ആദ്യമേ ഒരു 4 ബ്ലോക്ക് വേണം. 1 2 3 4. ഓക്കെ, ഇനി ഒരു ബ്ലോക്ക് ഇവിടെ വെക്കാം. 2 ബ്ലോക്ക് ആയിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ. ഒബ്സിഡിയൻ വെക്കുന്നത് തെറ്റല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. 1 2 3. ഇനി ഇതിനെ മണ്ടക്കണം. ഇനി ദൈവമേ 1 2 3. ഇനി താഴേക്ക് പോവാ. 1 2 ആൻഡ് ലാസ്റ്റ് ബ്ലോക്ക് ആൻഡ് വി ആർ ലൈറ്റിംഗ്. യാ ബ്രോ, എൻ്റെ പോലെ നമ്മളങ്ങനെ നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ ഷോർട്ടാണ്, ഷോർട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് പോട്ട്
600 എല്ലാവരും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ അപ്പോൾ ബൈ ബൈ. ആൻഡ് അടുത്ത വീഡിയോയിൽ നിങ്ങൾ വരുമ്പോൾ നമ്മളിവിടെ കുറച്ച് മരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ഓക്കെ ആൻഡ് ഞാൻ ചുമ്മാ ഔട്ട്രോ പറഞ്ഞായിരുന്നു, ഇനി ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഒന്നുകൂടി ഇല്ലേ ഒന്ന് കയറിയിട്ടേ ഒന്ന് നെതർ പോർട്ടലിൽ കയറി നിങ്ങളതിനെ കാണിച്ചു തരാം. ഇനി അടുത്ത വീഡിയോ എപ്പോഴാണ് വരികയെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. ഓക്കെ, അതാ ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പണി തുടങ്ങി. നമ്മുടെ ഷിയർ വെച്ചിട്ട് അവിടുത്തെ മരത്തിൻ്റെ ഒക്കെ ഇല പൊളിച്ച്, പിന്നെ അവിടെ ഒരു മരം ഉണ്ടാവും, അതിൻ്റെ ഇല പൊളിച്ച് കളഞ്ഞു നമ്മൾ. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ കയറി കാണിച്ചു തരാം. ഞാൻ നോക്കിയില്ല, ഞാൻ അടുത്ത വീഡിയോ ഈ മരം ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. സിൽക്ക് ടച്ച് ഉണ്ടായി കൊടുക്കാം. പിന്നെ ഇനി ആരും നെതർ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാണിച്ചിട്ടുണ്ട്. അപ്പം ഗാസ്തി കൊല്ലുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചു കൊടുക്കുക. അപ്പം